എന്നാലും വെള്ളാപ്പള്ളിയുടെ പഴയ വാക്കുകൾ മാത്രമല്ല ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നത് സുകുമാരൻ നായരുടെ പഴയ വാക്കുകൾ കൂടിയാണ്. അന്നൊക്കെ വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് സുകുമാരൻ നായർ വി.ഡി. സതീശനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഈ സമയത്തൊക്കെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ എന്നൊരു നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ രണ്ടു നേതാക്കളെയും അതിരൂക്ഷമായി നിശിതമായി വിമർശിച്ചിട്ടുള്ള നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. അത് തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ അമ്മാതിരി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഏതെങ്കിലും രണ്ടു വരി ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് മടക്കി പറയാൻ വി.എസ്. മാത്രമായിരുന്നില്ല. അന്ന് വി.എസിനൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളും അണികളും ഒക്കെ ഇവർക്കെതിരെ, കാരണം NSSൽ നിന്നായാലും SNDPയിൽ നിന്നാലും ഇതിനൊക്കെ രണ്ട് സമുദായ സംഘടനകളിലും അംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ഇവർക്കെതിരെ തിരിയുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും മര്യാദയ്ക്കിരുന്ന് കേട്ട് പോവുകയല്ലാതെ കാര്യമായ ഒരു പ്രതികരണത്തിന് കീഴിക്കൂടെ പണിക്കല്ലാതെ നേരെ നിന്നൊരു പണിക്ക് ഒന്നും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ സതീശനെതിരെ പറഞ്ഞാൽ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് KSUവിൻ്റെ നേതാവോ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ പോലും തിരിഞ്ഞു നിന്ന് വെള്ളാപ്പള്ളിയെയോ സുകുമാരൻ നായരെയോ തിരിച്ചു പറയാൻ എന്താണ് എന്ന് ചോദിക്കാൻ ഉള്ള നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നമ്മളാരും കണ്ടില്ല. പ്രമുഖരായ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും അത്തരം ചോദ്യം കണ്ടില്ലെന്ന് മാത്രമല്ല അവരിൽ പലരും അത് ആസ്വദിക്കുക കൂടിയായിരുന്നു. ഇവരെയൊക്കെ വെള്ളാപ്പള്ളി അങ്ങനെ രണ്ട് പറയട്ടെ, അല്ലെങ്കിൽ സുകുമാരൻ നായർ രണ്ട് പറയട്ടെ എന്നൊക്കെ പറ്റി. പക്ഷേ ഇതേ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും തന്നെയാണ് ഇപ്പോൾ വീണ്ടും മടങ്ങി വന്ന് തൻ്റെ പത്തിയെല്ലാം മടക്കി വെച്ച് പറയേണ്ടി വന്നത്. എന്തായാലും സുകുമാരൻ നായർ പറഞ്ഞ, വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടു. സുകുമാരൻ നായർ പറഞ്ഞ പഴയ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മതസാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിരക്കുന്ന സമ്പ്രദായം ഇല്ല. ഇത് പറയുന്നത് 24 മണിക്കൂർ പോലും കഴിയാതെ അതിനു മുമ്പാണ് പറയുന്നത്. 1.5 മണിക്കൂർ നേരം അവിടെ വന്ന് എൻ്റെ അടുത്ത് കാവലിരുന്ന് ഇലക്ഷൻ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഫോൺ ചെയ്തിട്ട് ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എല്ലാ വീട്ടിലും പോകണം കേട്ടോ, ഒന്നുമില്ലേ അയാളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും തിരുത്തണം, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടത്തില്ല. ഞാനാ പറയുന്നത്. രക്ഷപ്പെടില്ല എന്ന് ശാപവാക്കുകൾ പോലെ ജി സുകുമാരൻ നായർ പറഞ്ഞ വി.ഡി. സതീശനെയാണ് NSSന് നിർണായകമായ വോട്ടിന്റെ സ്വാധീനമുള്ള പരവൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചത് എന്നതുകൂടി ഓർക്കണം. രക്ഷപ്പെടില്ല എന്ന് ശാപവാക്കുകളോടെയാണ് പറയുന്നത്. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. അവരൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ഒരാളോട് അല്ലെങ്കിൽ ആ തരത്തിൽ വർത്തമാനം പറയാൻ എന്നതുപോലും ഓർക്കുന്നില്ല. സുകുമാരൻ നായർ വിചാരിക്കുന്ന അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന മറ്റ് നേതാക്കളെ, എല്ലാ നേതാക്കളും എൻ്റെ മുന്നിൽ വന്നാൽ വിധേയരായി നിൽക്കണം. ഏറ്റവും അവസാനം നമ്മൾ ജി സുധാകരൻ വോട്ട് തേടി പെരുന്നേൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം, ജി സുധാകരൻ ഏത് രാഷ്ട്രീയം മാറിക്കോട്ടെ കേരളം കണ്ടതിൽ മികച്ച ഒരു ഭരണാധികാരിയാണ്, ഒരു പ്രഗത്ഭനായ നേതാവാണ്, കേരളം ആദരിക്കുന്ന നേതാവ് തന്നെയൊക്കെയാണ്. ഏത് രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോഴും ഒക്കെ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ പലർക്കും കാണാം. പക്ഷേ ജി സുധാകരൻ അവിടെ ചെല്ലുമ്പോൾ ഇരിക്കുകയാണ്. ഒരു സാധാരണ ഏതൊരു ജി സുധാകരനെ പോലെ ഒരാൾ ചെന്നാൽ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക എന്നത് സാമാന്യമായ ഒരു മര്യാദയാണ്. അത്തരം മര്യാദ പോലും ശരീരഭാഷയിൽ പോലും കാണിക്കാത്ത ആളുകളാണ് ഇത്തരം വാക്കുകൾ, ശാപവാക്കുകൾ വി.ഡി. സതീശന് നേരെയൊക്കെ പറയുന്നത്. പക്ഷേ ജനം അതിന് കൃത്യമായിട്ട് തന്നെ മറുപടി കൊടുത്തു. ഇതിനിടയിൽ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ മറ്റൊരു ചെറിയ വാചകം കൂടി കേൾക്കേണ്ടതുണ്ട്. അത് UDFന് 100 സീറ്റ് കിട്ടും എന്നുള്ള വി.ഡി. സതീശൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഒരു പൊതുയോഗത്തിലാണ് പറഞ്ഞത്, 100ൽ നിന്ന് ഞാൻ 2 അങ്ങ് കുറയ്ക്കുന്നു, 98 കിട്ടിയാൽ വി.ഡി. സതീശൻ വനവാസത്തിന് പോകണം, ഞാൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. അന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ച പ്രതികരണവും, ഈ രണ്ട് പ്രതികരണങ്ങളും ഒന്ന് കേൾക്കാം. 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മരന്ന് പറഞ്ഞാലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കോൺഗ്രസ് 100, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ കിട്ടിയില്ല എങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഈ സതീശൻ തയ്യാറാണോ? ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടി, ഏതാണ്ട് അദ്ദേഹമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. 100 സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ചമയാൻ തയ്യാറായി നിൽക്കുകയാണ്. UDFന് 100 സീറ്റ് കിട്ടിയാൽ അന്ന് SNDP രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പലരും പലതും പറഞ്ഞാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. സ്വന്തം വാക്കിനെ കുറിച്ച് അങ്ങനെ പലരും പലതും പറഞ്ഞു കാണുമെന്ന് പറഞ്ഞ് നാണം കെട്ട് എഴുന്നേറ്റ് പോകേണ്ട ഒരാൾ, അത് വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ എഴുന്നേറ്റ് പോകാം. പക്ഷേ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് ആ സംഘടനയ്ക്ക് കൂടി നാണക്കേടാണ് എന്നെങ്കിലും ഈ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയും അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഓർത്താൽ നല്ലതാണ് എന്ന് തോന്നുന്നു. നമുക്ക് ഈ രണ്ടുപേരുടെയും ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 8 നിലയിൽ പൊട്ടിയ ചരിത്രമാണ് ഈ രണ്ടുപേർക്കും ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആ പൊട്ടിയ ചരിത്രം കൂടി വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് സുകുമാരൻ നായരിലേക്ക് വന്നാൽ, സുകുമാരൻ നായർ ഏറ്റവും ഒടുവിലെത്തത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ അദ്ദേഹം 7-8 മണിയാകുമ്പോൾ തന്നെ അദ്ദേഹം മകളോടൊപ്പം വന്ന് വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ കോട്ടയം ലേഖകൻ ജി ശ്രീജിത്താണ് അപ്പോൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ശബരിമല വിഷയമൊക്കെ നിൽക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശബരിമലയിൽ വിശ്വാസികൾക്കെതിരെ നിലപാടെടുത്ത സർക്കാരിനെതിരായ വിധിയെഴുത്തായി ഇത് മാറും. ഈ സർക്കാർ പൂർണ്ണമായും ഈ സർക്കാരിനെ ജനം തള്ളിക്കളയും. അങ്ങനെ പൂർണ്ണമായും UDF അനുകൂലമായും പിണറായി സർക്കാർ ധാർഷ്ട്യത്തിനും, അതൊക്കെ പറഞ്ഞു, പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരായ വിധിയെഴുത്താണ് കേരളത്തിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ NSSൻ്റെ പിന്തുണ കിട്ടാൻ പോകുന്നത്, സമദൂരം എന്നൊക്കെയാണ് എല്ലാ കാലത്തും പറയുന്നത്, അതോ അങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത് ആർക്കാണ്? അത് UDFനാണ്. അങ്ങനെ UDF വിജയിക്കാൻ പോകുന്നു, LDF തകർന്ന് തരിപ്പണമാകാൻ പോകുന്നുവെന്ന് രാവിലെ തന്നെ പറഞ്ഞത് NSSൻ്റെ ജനറൽ സെക്രട്ടറി. സ്വാഭാവികമായും CPMനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും തിരിച്ചടിയാണ്. കേരളത്തിലെ ഒരു പ്രബല സമുദായ സംഘടനയുടെ നേതാവ് ഇങ്ങനെ പറയുന്നത്. അല്പസമയത്തിന് ശേഷം കാനം രാജേന്ദ്രനാണ് ഇക്കാര്യത്തിൽ, കാനം അങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ ശേഷിയുള്ള ഒരു CPIയുടെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം ഇതിന് മറുപടിയൊക്കെ കൊടുത്തു. പക്ഷേ മറുപടി കൊടുത്തത് കാനമൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങളായിരുന്നു എന്നത് സുകുമാരൻ നായർ അതിനുശേഷമെങ്കിലും ഓർക്കേണ്ടതാണ്. സുകുമാരൻ നായർ തോൽപ്പിക്കാൻ പറഞ്ഞ, സ്വാഭാവികമായും ജയിക്കേണ്ട UDF ആണ്. ആ UDFനെ മൂലക്കിരുത്തിയാണ് 2021 ഈ പറയുന്ന വൻപൻ ഭൂരിപക്ഷത്തിൽ, 2016 നൽകിയതിനേക്കാൾ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ LDFന് ഒരു തുടർ ഭരണം, കേരളത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി മറിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം അദ്ദേഹത്തിന് നൽകിയത് എന്നതുകൂടി ആലോചിക്കണം. അപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഇവരൊക്കെ പറയുന്ന ആളുകളെ അതനുസരിച്ച് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല ഇവരൊക്കെ ഉൾപ്പെടുന്ന സംഘടനയിലെ അംഗങ്ങൾ എന്ന ഒരു സാമാന്യ ഒരു ലോജിക്കെങ്കിലും അല്ലെങ്കിൽ ചരിത്രമെങ്കിലും ഇവരൊക്കെ ആവർത്തിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.